Hello everyone, I am Karunakaran, BTech second year S3 ക്ലാസ് 17/7/2024 തുടങ്ങിക്കഴിഞ്ഞു. ബിടെക് ലെറ്റ് വിദ്യാർത്ഥികളുടെ തേർഡ് അലോട്ട്മെൻറ്റ് 14/8/2024. ഓക്കെ, രണ്ടാം വർഷ ക്ലാസ് തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞ് ഇപ്പോഴും ലെറ്റ് വിദ്യാർത്ഥികൾ, പോളിടെക്നിക്കിലൂടെ വരുന്ന വിദ്യാർത്ഥികൾ ക്ലാസ്സിലെത്തിയിട്ടില്ല. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ് ഇങ്ങനെ പോകുന്നു. വിദ്യാർത്ഥികൾ ഇപ്പോഴും വായുവിൽ തന്നെയാണ്. 10 ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ ഇൻറ്റേർണൽ എക്സാം വരും. 2 മാസം കഴിയുമ്പോൾ നവംബറിലെ സെമസ്റ്റർ എക്സാം വരും. നോക്കി, 2 മോഡ്യൂൾ ക്ലാസ് എടുത്തു കഴിഞ്ഞു. 5-ൽ 2 മോഡ്യൂൾ എടുത്തു കഴിഞ്ഞു. ഇതുവരെ മക്കൾ ക്ലാസ്സിലെത്തിയിട്ടില്ല. ഓക്കെ, പിന്നെ ലെറ്റ് വിദ്യാർത്ഥികൾ ഈ പരീക്ഷയ്ക്ക് എന്താ അവർ എഴുതുക? ക്ലാസ് തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് 66 വിദ്യാർത്ഥികളാണ് ക്ലാസ്സിലുണ്ടാവുക. സെക്കൻഡ് ഇയർ ക്ലാസ്സിൽ അതിൽ 6 വിദ്യാർത്ഥികൾ ലെറ്റ് വിദ്യാർത്ഥികളായിരിക്കും, പോളിടെക്നിക്കിലൂടെ വരുന്ന വിദ്യാർത്ഥികളായിരിക്കും. നോക്കിയേ, ഈ ക്ലാസ്സിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ചെന്ന് കയറുന്ന ആ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. ക്ലാസ്സിൽ എന്തെങ്കിലും കണക്ഷൻ അവർക്ക് കിട്ടുമോ? ഡയറക്റ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പോളിടെക്നിക്കിൻ്റെ ഫൈനൽ ഇയർ എക്സാമിനേഷൻ്റെ റിസൾട്ട് സമയത്തിന് പബ്ലിഷ് ചെയ്യാത്തതിനാലാണ് ഈ അവസ്ഥ വന്നത്. അലോട്ട്മെൻറ്റ് തകിടം മറിച്ചത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അവരിത് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എക്സാമിനേഷൻ തകിടം മറിക്കാറുണ്ട്. ഈ വർഷവും അവർ വിജയിച്ചു. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അപരാധം പൊറുക്കില്ല കേട്ടോ. ഇത്രയെങ്കിലും ആയത് മന്ത്രിയുടെ ഇടപെടൽ കൊണ്ടാണത്രേ. എന്നിട്ട് എന്താ കാര്യം? തൊഴിലുറപ്പുകാരുടെയും കൂലിപ്പണിക്കാരുടെയും പിന്നെ പീഡിക തൊഴിലാളികളുടെയും ഇവരുടെയൊക്കെ മക്കളാ പോളിടെക്നിക്കിൽ ചേരാൻ വരുന്നത്. അവർക്ക് ഈ പാവങ്ങൾക്ക് അവിടത്തേക്ക് പഠിപ്പിക്കാൻ ആവുള്ളൂ ഇവരെ പൈസ കൊണ്ട്. ഒരു വർഷം ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടി, ഇൻഡസ്ട്രിയിൽ പോയിട്ട് വർക്ക് ചെയ്തപ്പോൾ ഡിപ്ലോമ ഈ വിദ്യാർത്ഥികൾക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി ഡിപ്ലോമ കണ്ട് മാത്രം കരപിടിക്കില്ല എന്ന്, നിന്നെടുത്ത് നിൽക്കേണ്ടി വരും എന്നുള്ളത്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് അവർ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് തിരിച്ച് പഠിക്കാൻ വേണ്ടി വന്ന ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെയുണ്ട്. അവർ വന്നിട്ട് പുരയിടം പണയം വെച്ചിട്ട് ബാങ്ക് ലോൺ എടുത്തിട്ട് പഠിക്കാൻ വന്നവരാ. കുറേ പേര് തിരിച്ചു പോയി കേട്ടോ. ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് പോയിട്ട് എന്താക്കാനാണ്? പക്ഷേ ഈ അടുത്ത കൊല്ലം വന്നിട്ട് എന്താക്കാനാണ്? ഇതേ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അല്ലേ ചെയ്യുക. അവർ വീണ്ടും ഇതേ കളി കളിക്കില്ലേ? ഈ എക്സാമിനേഷൻ കൺട്രോളറും സീനിയർ ജോയിൻറ്റ് ഡയറക്ടറും എല്ലാം നിസ്സഹായരാണ് കേട്ടോ. അവരൊക്കെ മാറി വരുന്നവരാണ്. ഈ കളികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏമാന്മാരുണ്ടല്ലോ, അവരൊരു കാര്യം ഓർക്കണം. ഈ വിദ്യാർത്ഥികളുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ കസേലയിൽ ഇരിക്കുന്നത്. ഈ പാവങ്ങളും അവരുടെ പാരൻസിൻ്റെ ഈ വേദനയിൽ നിന്ന് ഉള്ളിൽ തട്ടിയിട്ട് വരുന്ന ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, ആ വൈബ്രേഷൻ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളുടെയിലേക്ക് എത്തും, കുഞ്ഞുങ്ങളിലേക്ക് അത് എത്തും. ആ ഉള്ളിൽ നിന്ന് വരുന്ന വൈബ്രേഷൻ അത് തീർച്ചയാണ് കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്, സീ യു അഗെയിൻ.